നമ്മൾ ഇന്ന് വിരാട് കോഹ്ലിന്റെ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ സെലിബ്രിറ്റി റെസ്റ്റോറന്റ് വീഡിയോയിൽ നമ്മളെ നമിത പ്രമോദ്, രമേശ് പിഷാരടി, ദിലീപ്, ഷെഫ് പിള്ള ഇവരൊക്കെ റെസ്റ്റോറൻറ്റ്സിൽ പോയി. ഷെഫ് പിള്ള വൺ ദ ബെസ്റ്റ് സെലിബ്രിറ്റി റെസ്റ്റോറന്റ് അവാർഡ്. ആ ഒരു വീഡിയോക്ക് നിങ്ങൾ 10K ലൈക്സ് എന്ന് സെക്കൻഡ് പാർട്ട് വേണമെന്ന് പറഞ്ഞു. സോ നമ്മൾ ഇന്ന് വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള 4 സെലിബ്രിറ്റി റെസ്റ്റോറൻറ്റ്സിൽ പോവാണ് ടു സീ ഇഫ് someone can grab that best celebrity restaurant trophy from ഷെഫ് പിള്ള. നമ്മളെ സെലിബ്രിറ്റി റെസ്റ്റോറന്റ് പാർട്ട് 2 നമ്മൾ തുടങ്ങുന്നത് കോഴിക്കോട് നിന്നാണ്. ആൻഡ് ഫസ്റ്റ് തന്നെ വി ഹാവ് സുഡു സുഡ ഇഡ്ഡലി. എൻ്റെ മോനെ, ഈ സാധനം ട്രെൻഡിങ് ആയ പോലെ ഒരു കാലത്ത് വേറൊന്നും ട്രെൻഡിങ് ആയിട്ടില്ല. തിരുവനന്തപുരത്ത് ഭയങ്കര തിരക്കായിട്ട് ഇവർ കോഴിക്കോടും വന്നിട്ടുണ്ട്. ഈ ഒരു സെലിബ്രിറ്റി റെസ്റ്റോറൻറ്റിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മിസ്റ്റേക്സ് ഒന്നും വരുത്തില്ല. നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് എല്ലാ റെസ്റ്റോറൻറ്റിലും പോയിട്ട് അവിടുത്തെ ബെസ്റ്റ് സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡ് ആണ്. നമുക്ക് കുറേ സെലിബ്രിറ്റീസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ആദ്യം ഇവിടുത്തെ ബെസ്റ്റ് സാധനം എന്താണെന്ന് വെച്ചിട്ട് അത് ട്രൈ ചെയ്യാം. ഇവിടുത്തെ ഇവര് മെയിൻ പൊടി ഇഡ്ഡലിയാണ്. സോ നമ്മൾ അത് ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്ന ടൈമിൽ ഞാൻ ഇവിടുത്തെ വൈബ് ഒന്ന് ചെക്ക് ചെയ്ത്, ഇതൊരു റെസ്റ്റോറൻറ്റ് അല്ല, ഒരു ഫുഡ് ട്രക്ക് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സെലിബ്രിറ്റി റെസ്റ്റോറൻറ്റ് പോലെ ഗ്രാൻഡ് ലക്ഷറി ഫീൽ ഒന്നും ഇവിടെ ഇല്ലെങ്കിലും സന്ധ്യക്കുള്ള അമ്പലത്തിലെ പാട്ടും തിരക്കില്ലാത്ത റോഡും കിളികളെ സൗണ്ടെല്ലായിട്ട് മോശമില്ലാത്തൊരു ആംബിയൻസ് ഉണ്ട്. ഈ ഫുഡും കൂടെ മോശമില്ലെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ് ഗൈസ്. അപ്പോൾ നമ്മളെ പൊടി ഇഡലി വന്നിട്ട് നല്ല സ്മൂത്ത് സോഫ്റ്റ് ഇഡലി കേട്ടോ. നമുക്ക് ഈ ഒരു പൊടി ഇഡലിയും ലേശം സാമ്പാറും ലേശം ചട്നിയിലായിട്ട് ചൂണ്ട് കേട്ടോ, നല്ല ചൂണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഡലിനെക്കാട്ടി ഇഷ്ടമായ സാമ്പാറാണ് കേട്ടോ. ഈ മേലെ ഇങ്ങനെ ഫുള്ള് പൊടിവാരിട്ട് അങ്ങനെ വിലങ്ങൻ ഇഷ്ടമായില്ല. പക്ഷെ അതാണ് ഈ ഒരു ഇഡലിന്റെ സ്പെഷ്യാലിറ്റി. എനിക്കത് വിലങ്ങനെ പിടിച്ചില്ല. പക്ഷെ സ്മൂത്ത് സാധനം, സോഫ്റ്റ്. ഈ വുഡൻ സ്പൂൺ കൊണ്ട് ഇത് സാധനം ഒറ്റ കുത്തിന് ഇളകി വരും. ബാക്കി ഇവര് പറയും സ്പെഷ്യലിസ്റ്റ് വിക്കി. നമ്മളെ സാധാരണ ഒരു ഇഡലിന്റെ ഒരു ഇതല്ല, ആ ഒരു ബട്ടറിന്റെ ഫീലൊക്കെ വല്ലാണ്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ചെറുതായതുകൊണ്ട് ഒരു ബൈറ്റിന്റെ സാധനം ഉണ്ടാവുള്ളൂ. 3 ചട്ടയും കൂടി ഇഡലി മിക്സ് ആയി കഴിക്കുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ആ ഒരു പൊടി സൂപ്പറാണ്, കുഴപ്പമില്ല, ഒരു ആവറേജ്. എനിക്കും ഇത് ഭയങ്കരമായിട്ട് സൂപ്പർ അടിപൊളിയൊന്നും തോന്നില്ല. അതിലേക്ക് വിറ്റ 6 out of 10 റേറ്റിംഗ്. 10-ൽ ഒരു 8 കൊടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാര്യം. മൊത്തത്തിൽ എല്ലാം കൂടി ഒരു 6 കൊടുക്കാം 10. സുഡുസുഡ ഇഡലിക്ക് 20 മാർക്ക് കിട്ടിയെങ്കിലും ഒരു ട്രോഫി ഇപ്പോഴും ഷെഫ് പിള്ളയുടെ കയ്യിൽ തന്നെ സേഫ് ആണ്. പക്ഷെ അത് കുറെ നേരം ഷെഫ് പിള്ളയുടെ കയ്യിൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അടുത്ത നമ്മൾ പോകുന്ന സെലിബ്രിറ്റി റെസ്റ്റോറന്റ് അടിപൊളിയാന്നാണ് നിങ്ങളെല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. നമ്മൾ അങ്ങനെ ഫൈനലി നിങ്ങൾ മോസ്റ്റ് റെക്കമെൻഡ് ചെയ്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. 1980s ബൈ അബു സലീം. നമ്മളെ സെലിബ്രിറ്റി റെസ്റ്റോറന്റ് പാർട്ട് 1 ഇട്ട സമയത്ത് ഇഷ്ടം പോലെ കമന്റ്സ് ആണ് വന്നത് ഈ ഒരു റെസ്റ്റോറന്റ് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അങ്ങനെ മിസ് ചെയ്യാൻ പറ്റുമോ? ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണോ, ബെസ്റ്റ് ഡിഷ് എന്താണോ, ഇതിന്റെ ഒരു വീഡിയോ പോലും ഞാൻ മര്യാദ കണ്ടിട്ടില്ല. ബട്ട് ഇത്രക്കാരെ ഹൈപ്പ് നിങ്ങൾ കൊടുത്ത സ്ഥിതിക്ക് ഞാനും എക്സൈറ്റഡ് ആണ് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇതുവരെ പോയ സെലിബ്രിറ്റി റെസ്റ്റോറൻറ്റ്സ് പോലെ ലക്ഷറി ഗ്രാൻഡ് ഫീൽ അല്ല, മറിച്ച് പഴയ കാലത്ത് ഒരു തറവാട്ട് വീട്ടിലെല്ലാം പോയ പോലെ ഒരു റെട്രോ വൈബാണ്, വിച്ച് ഇസ് റിയലി ഗുഡ്. പക്ഷെ നമ്മൾ പോയത് ഒരു പീക്ക് ടൈമിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിന്. അതുകൊണ്ട് ആ ഒരു വൈബ് മര്യാദക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമ്മൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയെങ്കിലും ഇവരെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ചട്ടിച്ചോറൊക്കെ ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അവിടുത്തെ നെക്സ്റ്റ് ബെസ്റ്റ് തിങ്സ് ആയ ബീഫ് ബിരിയാണിയും പാൽ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. ആക്ച്വലി ദർ ഈസ് ആൻ അപ്ഡേറ്റ് ഗൈസ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അരമണിക്കൂറായി, സാധനം ഇതിൽ വന്നിട്ടില്ല. അരമണിക്കൂറായിട്ടില്ല, അതിനെ ഒരു എക്സാജറേറ്റ് ചെയ്യുക. കുറച്ച് സമയമായി, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അവസ്ഥയാണ് കുറെ നേരമായി വിശന്നിരിക്കുക. എന്നെ പിടിച്ചൊന്നു ഇവന് വിശന്നതിന് അങ്ങനത്തെ ലേശം പ്രശ്നമുണ്ട്. ഫുഡ് ആട്ടെ വിശക്കുന്ന നല്ല വിശപ്പുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ നമ്മൾ അവിടെ വിശന്നിരുന്ന് അവസാനം ഫുഡ് വന്നു. ഇപ്പോൾ നമ്മളെ ഫുഡ് ആയിട്ടെല്ലാം വന്നതിന് നമ്മൾ ആദ്യം ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയ പാൽ പൊറോട്ട ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതാണ് പാൽ പൊറോട്ട. ആ കാണാത്തവരുണ്ടെങ്കിൽ മുട്ട, 2 ചിക്കൻ പൊരിച്ച്, കുറച്ച് ഉള്ളി വറുത്ത അണ്ടിപ്പരിപ്പ്, ഉള്ളിൽ പൊറോട്ട, പിന്നെ ചിക്കനും മസാല ഫില്ലിംഗ് ആയിട്ട്. ഇതെങ്ങനെ തിന്നാ അറിയോ? സത്യം പറ. ആദ്യം ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ഫുഡി ഒന്നുമല്ല, ഇതെങ്ങനെ കഴിക്കണ്ടേന്നൊന്നും അറിയില്ല. വിക്കിയാണ് നമ്മുടെ കൂട്ടത്തിലെ ഫുഡി. ഓൻ പറഞ്ഞ പോലെ ഞാൻ കഴിക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ഇല്ലെങ്കിൽ ഇവനെ പിടിച്ച് ചൊട്ടിക്കും ഞങ്ങളെല്ലാവരും. എന്റെ സംശയമില്ലേ, ഇവര് പാല് കഴിക്കാൻ മറന്നുപോയി കേട്ടോ. ഇത് പൊറോട്ടയും ചിക്കൻ കറിയും മാത്രമേ ഉള്ളൂ, പാല് കഴിക്കാൻ മറന്നുപോയി. സത്യോ, നല്ല ടേസ്റ്റ്. പക്ഷേ ഇത് മാസ്റ്റർ പറഞ്ഞ പോലെ പാലങ്ങ് അടിക്കുന്നില്ല. പിന്നെ എന്താ പൊറോട്ട എന്താ പറയുക, വെറ്റായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പാല് കംപ്ലീറ്റ് ഒഴിച്ചിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. പിന്നെ സാധനം അടിപൊളിയാണ്, എല്ലാം കൂടെ ആയിട്ട് അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്, സാധനം കൊള്ളാം. ചിലപ്പോ ഇതന്നെ ആയിരിക്കും കേട്ടാ പാൽ പൊറോട്ട. നമ്മൾ ഇതുവരെ കഴിക്കാത്തോണ്ട് ചിലപ്പോ പാലലിന് ഇത്രയും ഉണ്ടാവുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി സാധനം, അടിപൊളി. പാൽ പൊറോട്ട ആ ഒരു ചട്ടി മത്സരിച്ച് വടിച്ച് വൃത്തിയാക്കിയതിനു ശേഷം നമ്മളെല്ലാരും ബീഫ് ബിരിയാണിയിലേക്ക് കടന്ന്. സാധനം കൊള്ളാട്ടാ, വെറൈറ്റി ഫ്ലേവർ. തിന്നേല് ബെസ്റ്റ് ബിരിയാണി ആണോന്ന് വെച്ചാൽ തിന്നേല് വെറൈറ്റി ബിരിയാണി. എനിക്കൊരു നോർമൽ ബിരിയാണി തോന്നിയ നമ്മൾ കഴിച്ചവർ ഏറ്റവും ബെസ്റ്റ് ഒന്നല്ല, എന്നാലും നല്ലൊരു ബിരിയാണി തന്നെയാണ്. എനിക്ക് പൊതുവേ ബീഫ് ബിരിയാണി അത്ര ഇഷ്ടമല്ല. ഇത് ഒരു
പോരാ. ഇതിൽ മസാല കുറവാണ്, ഭയങ്കര ഡ്രൈ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ആവറേജ് ബിരിയാണി ഒക്കെ കൂടി എൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10 7 ആംബിയൻസിന് കുറച്ച് കുറവുണ്ട്, പിന്നെ കുറച്ച് കംഫർട്ട് കുറവാണ്. പക്ഷെ ഫുഡ് അടിപൊളി. ഒരു 6 കൊടുക്കാം 10. എനിക്ക് എല്ലാം കൂടി ഒരു 7. 1980ക്കും ഷെഫ് പിള്ളന്റെ അടുത്ത് ആ ഒരു ട്രോഫി വാങ്ങാൻ വേണ്ടി പറ്റിയില്ല. സോ നമ്മൾ ഇനി മലയാളം സെലിബ്രിറ്റീസിനെ വിട്ടിട്ട് അങ്ങ് ബോളിവുഡിലേക്ക് പോവാണ്. കേരളത്തിലെ സെലിബ്രിറ്റീസിനെ വിട്ട് നമ്മൾ അങ്ങനെ ബോളിവുഡിൽ എത്തിയിരിക്കുകയാണ്. ഇതാ ഇതിന്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നതാണ് ശില്പ ഷെട്ടിന്റെ റെസ്റ്റോറന്റ്. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ വേറെ മൂടാണ്. ഇനി ഉള്ളിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഉള്ളിലും വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. നമ്മൾ ഇന്നേ വരെ പോയിട്ടുള്ള റെസ്റ്റോറന്റിൽ ഇതാണ് ഏറ്റവും വലുത് മാത്രമല്ല, ഇതിന്റെ തീമും യുണീക്കാണ്. ഒരു സിറ്റിനെ നടുക്കാണെങ്കിലും നമ്മൾ വല്ല ഗോവയിലോ തായ്ലൻഡിലോ അവിടെ എവിടെയോ എത്തിയ പോലെയാണ്. നല്ല കാമും ക്വയറ്റും ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ ആണെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഡൈനിങ് ഉണ്ട്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വല്ല കൊട്ടാരത്തിൽ കയറിയ പോലത്തെ ഫീലും. ഇവിടേക്ക് കയറുമ്പോൾ ആ ഒരു സ്മെല്ലും സൈലൻസും എല്ലാം ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സമാധാനം കിട്ടും. അങ്ങനെ ശില്പ ഷെട്ടിന്റെ അടുത്ത് എത്തിനാട്ടാ. പക്ഷേ ഇല്ലേ, ഇത് സത്യം പറഞ്ഞാൽ ഏതെല്ലാം യോഗന്റെ ഉള്ള സ്ഥലത്ത് വന്നോലുണ്ട്. ആ ഒരു വൈബിലുള്ള സംഭവമാണ്. ഞാൻ വിചാരിച്ചിങ്ങനത്തെ ഒരു നോർമൽ റെസ്റ്റോറന്റ് വിചാരിച്ചു, പക്ഷേ ദിസ് ഈസ് വേൾഡ് ക്ലാസ്. നമുക്ക് കോഫി ആൻഡ് ടീന്റെ ഒരു മിനിറ്റിന് ഇതിൽ എനിക്ക് അറിയുന്ന ഒറ്റ സാധനം പോലും ഇല്ല. അത് മാത്രമല്ല 200 റുപ്യയിൽ കുറഞ്ഞ ഒരു ചായ പോലും ഇവിടെ ഇല്ല. എന്താ ഓർഡർ ചെയ്യേണ്ടത് തന്നെ തിരിയുന്നില്ല ഗൈസ്. എനിക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ വെയിറ്റർ ചങ്ങായിനെ വിളിച്ചിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ എന്താന്ന് ചോദിച്ചു. ചങ്ങായി പറഞ്ഞ ഒരു സാധനം ഓർഡർ ചെയ്ത് അതിന്റെ പേര് ഞാൻ ഇപ്പൊ മറന്നുപോയി ഗൈസ്. തൽക്കാലം ഞാനിപ്പോ ഇവിടെ ഒരു പേരിടുകയാണ്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ നിങ്ങളെ. ഫുഡ് ഓർഡർ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടന്ന് എല്ലാം ഒന്ന് കണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് അവര് ഫുഡ് സെർവ് ചെയ്ത് തന്നെ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത സാധനം വന്നിന്. കണ്ടിട്ട് എന്തെല്ലാം ഉള്ളതെന്നൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ചിക്കൻ ഉണ്ട്, ഇത് എഗ്ഗാന്ന് തോന്നുന്നു, കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. ഓ എല്ലാം റെഡി അല്ലേ? ഓക്കെ നോക്കാം, വാ. അന്ന ഫസ്റ്റ് ബൈറ്റ് ഗൈസ്, എഗ്ഗാണ് കൂടുതൽ വായിൽ വന്നത്. അവൻ ലിറ്ററലി ഒരു ബർഗർ ഒന്നും നല്ല ഫീൽ ചെയ്തേ, വേറെ ചിക്കൻ ഫ്ലേവർ ഒന്നും കിട്ടിയില്ല. സാധനം എനിക്ക് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. ചിക്കൻ്റെ ആയിട്ട് ഇന്നുവരെ ഏറ്റവും വളരെ വെറൈറ്റി ആയിട്ട് സാധനം ഇത്. കാരണം ചിക്കനൊക്കെ കംപ്ലീറ്റ്ലി സ്മാഷ് ആയിട്ടുള്ളത്. ടോട്ടൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഴപ്പമില്ല. കൂടുതൽ അറിയാൻ പറ്റിയത് ഈ ചിക്കൻ്റെ ക്രിസ്പിനെസ്സാണ്. ഇത് നല്ല സ്ലൈസ് ആയിട്ടാണ് ഉണ്ടാക്കിയത്, പക്ഷെ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. സോ എല്ലാം കൂടി ഞാനൊരു 8 കൊടുക്കാം. ടോട്ടലി ഞാൻ രണ്ടും കൂടി ഒരു 10 ഞാൻ 9 കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുഡും ആംബിയൻസും. ശില്പ ഷെട്ടിനെ ഇത്രയും അടിപൊളിയായിരുന്നു വിചാരിച്ചിട്ടില്ല. സ്ഥലത്തിന്റെ അത്രയും ഫുഡ് അത്ര ടോപ്പ് എന്റെ മോനെ ഇതുവരെ കഴിച്ചതിൽ ബെസ്റ്റ് ആണെന്ന് വെച്ചല്ല. അതുകൊണ്ട് I'll give it a 7. ശില്പ ഷെട്ടി ഈ ഒരു വീഡിയോയുടെ ടോപ്പ് സ്കോർ ആണെങ്കിലും ഇപ്പോഴും ആ ഒരു ട്രോഫി ഷെഫ് പിള്ളന്റെ കയ്യിൽ തന്നെയാണുള്ളത്. ഇനിയിപ്പോ ആർക്കെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ അതാകെ ഒരാക്കേ പറ്റുള്ളൂ. ഫൈനലി ദ മൊമെന്റ് ഹാസ് കം ഗൈസ്. എന്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നതാണ് നമ്മളെ വിരാട് കോഹ്ലിന്റെ റെസ്റ്റോറന്റ്. അല്ലാട്ടാ മേലെ കാണിച്ചു കൊടുത്താ ആ 1-8 കമ്മ്യൂൺ ഏരിയയാണ് സംഭവം. പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ ഇതിനു മുന്നേ പോയ സെലിബ്രിറ്റി റെസ്റ്റോറന്റ് അത്ര അടിപൊളിയായിട്ടൊന്നും തോന്നില്ല, പക്ഷെ മേലെ ചിലപ്പോൾ അടിപൊളിയായിരിക്കും ഗൈസ്. വിരാട് കോഹ്ലിന്റെ അല്ലേ, അങ്ങനെ മോശം വഴിയില്ല. ഉള്ളില് മോശമൊന്നുമില്ല ഗൈസ്, പക്ഷെ വിരാട് കോഹ്ലിന്റെ ആയതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് എക്സ്പെക്ട് ചെയ്തു പോയി. ഭയങ്കരമായിട്ട് ഓവർ ലക്ഷറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഉള്ളില്. ആക്ച്വലി ഉള്ളില് മാത്രമല്ല, ഔട്ട്ഡോറും ബാൽക്കണിയും എല്ലാം ഇവർക്കുണ്ട്. ബാൽക്കണിയിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ മൊത്തത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഉച്ചയായതുകൊണ്ടും വെയിലായതുകൊണ്ടും നമ്മൾ എന്തായാലും കരിയാൻ വേണ്ടി പുറത്തേന്നില്ല. നമ്മൾ ഉള്ളിലേക്ക് കയറിയിരുന്നപ്പോ തന്നെ അവര് വിരാട് കോഹ്ലിയെല്ലാം കുടിക്കുന്ന 120 രൂപന്റെ വാട്ടർ നമുക്ക് കൊണ്ടുവന്ന് ചെന്ന്. ഇവരെ മെനു നമ്മൾ ഫോണിൽ നോക്കിയെങ്കിലും എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായില്ല. അതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫിനോട് തന്നെ ചോദിച്ചിട്ട് അവരെ വൺ ഓഫ് ദ മോസ്റ്റ് സെല്ലിംഗ് ഐറ്റം ആയ ഒരു ഫിഷിന്റെ സംഭവം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഹിയർ ഈസ് ആ ഡിഷ് ഗൈസ്. ഇവർ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇപ്പം ഫിഷിന്റെ ഒരു വെറൈറ്റി ആണ്, സാൽമൺ ഉണ്ടല്ലോ. നമ്മളെ വിക്കിയാണ് ഓർഡർ ചെയ്തത്, അതുകൊണ്ട് പേര് എനിക്കറിയില്ല. ഹോപ്പ്ഫുള്ളി സംഭവം സെറ്റ് ആയിരിക്കും. വിരാട് കോഹ്ലി റെസ്റ്റോറന്റ് ടേസ്റ്റ് ടെസ്റ്റിംഗ് 3, 2, 1. മീൻ പൊരിച്ചല് കോഹ്ലിന്റെ വരുമ്പോ ഞാൻ വേറെ കുറെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. കൂടുതലുണ്ട് അത്ര തന്നെ. എനിക്കും അതേ സെയിം അഭിപ്രായമാണ്. മീൻ പൊരിച്ച ടേസ്റ്റ് ആണ്, പക്ഷെ കംപ്ലീറ്റ് ഒരു മീൻ പൊരിച്ചാണ് നമ്മളൊരു മീൻ തന്തൂരി ടൈപ്പ് ആ ഒരു ഫ്ലേവറാണ് കൂടുതൽ എടുത്തേക്കുന്നത്. കൂടുതൽ പ്രത്യേകിച്ച് വേറൊരു കാര്യങ്ങളൊന്നും പറയാനില്ല. നോർമൽ ഒരു മീൻ പൊരിച്ച അത്ര തന്നെ. ഒരു 6 കൊടുക്കാം. ഒരു 10 5 എൻ്റെ ഒരു റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നു. I'll give a 7 guys. അത്രേ ഉള്ളൂ. കോഹ്ലിന്റെ റെസ്റ്റോറന്റിന് ആകെ 18 മാർക്കേ കിട്ടുന്നുള്ളൂ. So Chef Pilla is still the celebrity restaurant champion. ഇഷ്ടമായല്ലേ? എനിക്കറിയാം, വേറെ വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തിന്. ഇതും നോക്കി കണ്ടോയിക്കോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷെ അവിടേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് 50K ലൈക്സ് ആക്കുകയാണെങ്കിൽ നമ്മൾ സെലിബ്രിറ്റി റെസ്റ്റോറന്റ് ടെസ്റ്റിംഗ് പാർട്ട് 3 ഇടുന്നതായിരിക്കും വിത്ത് ഈവൻ ബെറ്റർ സെലിബ്രിറ്റീസ്. സോ ലൈക്ക് ചെയ്തിട്ട് മറ്റേ വീഡിയോ ഉണ്ടോ.